ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് സേവ് ആപ്പ്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് സേവ് ആപ്പ്? സേവ് ആപ്പ് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്? എല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സേവ് ആപ്പ് എന്ന് പറയുന്നത് തികച്ചും ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ മണി മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി, അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിൽ പേയ്മെൻറ്റ്സ് റെസിപ്റ്റ്, നമ്മുടെ വരവെന്താണെന്നും ചെലവെന്തൊക്കെയാണെന്നും കൃത്യമായി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറുകളാണ് പേയ്മെൻറ്റ്സ് റെസിപ്റ്റ്. അതേപോലെ തന്നെ വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെൻറ്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം, മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ്, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പർ. ഇത്രയും കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇത് ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ ഇതിനുള്ളിൽ തന്നെയുണ്ട്. നമുക്കത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ, പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ലാംഗ്വേജ് മാറ്റാം. കണ്ടോ, റൈറ്റ് സൈഡിൽ കാണാം ഈ അറബി, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ക്ലിയറായിട്ട് നമ്മുടെ ചിലവുകൾ, ഓരോ ദിവസത്തെ ചിലവുകൾ നമുക്ക് വളരെ ക്ലിയറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ചിലവുകളാണെങ്കിലും അതിന് സെലക്റ്റഡ് അക്കൗണ്ട്, എല്ലാ ചിലവുകളും ഇവിടെ ഉണ്ടാകും. ഇതിലില്ലാത്തത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചിലവുകൾ ഓരോ മാസവും എത്രയാണെന്ന് വളരെ ക്ലിയറായിട്ട് നമുക്കറിയാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ വരവുകൾ, ഇതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് നിയന്ത്രിക്കാൻ പറ്റും. ഓരോ മാസത്തെ ബഡ്ജറ്റ്, ഓരോന്നിനും എത്ര രൂപ എന്നുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് ഓരോ മാസവും ഇത്ര രൂപ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ കറക്റ്റ് നമുക്ക് റിമൈൻഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ബില്ലിംഗ്, ഡിജിറ്റൽ ബില്ല് ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന സേവനത്തിന് അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ നമുക്ക് ഡിജിറ്റൽ ബില്ല് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് ബില്ല് കൊടുക്കുകയാണ്, ഓക്കെ, അവരുടെ പേര് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അത് എന്താണ് അല്ലേ, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇൻകമാണ്. അതേപോലെ തന്നെ നമുക്കത് എന്ത് പ്രോഗ്രാമിനാണ് എന്നുള്ളതിൻ്റെ ഒരു റീമാർക്കൊക്കെ കൊടുക്കാം. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ല് നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എത്ര വേണമെങ്കിലും ബിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് അസറ്റ്, നമ്മുടെ അസറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ലയബിലിറ്റി, നമ്മുടെ ബാധ്യതകൾ, അതേപോലെ തന്നെ ഇൻഷുറൻസ്, നമുക്കൊരുപാട് ഇൻഷുറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്കറിയുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഇൻഷുറൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അതെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാൻ സപ്പോർട്ട് ചെയ്യും. പാസ്വേഡ് മാനേജർ, നമുക്കൊരുപാട് പാസ്വേഡുകൾ ഉള്ള കാലമാണ് അല്ലേ, ആ പാസ്വേഡുകളൊക്കെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. ഡോക്യുമെൻറ്റ്, നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റുകളുണ്ട്, അതെല്ലാം ഇതിൽ സേഫാക്കി വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അതുകൂടാതെ നമുക്ക് ഒരുപാട് നമ്മുടെ ടാസ്ക്, ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും അല്ലേ, ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് നമുക്ക് റിമൈൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഡയറി, നമുക്ക് ഈ ഡയറി ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്ക് വളരെ ക്ലിയറായിട്ട് വോയിസുകൾ കൊടുക്കുകയാണെങ്കിൽ അത് റൈറ്റപ്പായിട്ട് വരും. അതിൻ്റെ PDF-ഉം അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും നമ്മെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രീമുകൾ എന്തൊക്കെയാണോ അത് കൃത്യമായി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ് ഇതിൽ എയർടെൽ, BSNL, VI, ജിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ DTH റീചാർജ് ഇതിൽ നമുക്ക് TV റീചാർജ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ വിസിറ്റിംഗ് കാർഡ് അൺലിമിറ്റഡായിട്ട് നമ്മൾ ചെയ്യുന്ന കമ്പനി സ്ഥാപനത്തിൻ്റെ ഒക്കെ വിസിറ്റിംഗ് കാർഡ് അൺലിമിറ്റഡായിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കൊടുക്കാം. ലിമിറ്റില്ലാതെ അൺലിമിറ്റഡായിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ലിങ്ക് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഇല്ലേ, അതെല്ലാം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എമർജൻസി നമ്പറുകൾ നമുക്കൊരുപാട് അത്യാവശ്യമുള്ള നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ സേവ് ചെയ്ത് വെക്കാനും അതിൽ നിന്ന് തന്നെ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും ഒക്കെ സപ്പോർട്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലുണ്ട്. അത് ഈ കമ്പനി തന്നെ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഈ ആപ്ലിക്കേഷൻ കൂടാതെ കമ്പനി നമുക്ക് തരുന്ന അടുത്തൊരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ വെബ് കാർഡ്. തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിലുണ്ട്, സേവ് ആപ്പ്. ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക്, പർച്ചേസ് ചെയ്യുന്നവർക്ക് കമ്പനി ഗിഫ്റ്റായിട്ട് തരുന്നതാണ് ഒരു ഡിജിറ്റൽ വെബ് കാർഡ്. നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ചെയ്യുന്ന കമ്പനി, സ്ഥാപനം എന്താണോ ഏതാണോ എന്നുള്ളതൊക്കെ വളരെ ക്ലിയറായിട്ട് മറ്റുള്ളവരിലേക്ക് ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്നൊരു ഗിഫ്റ്റാണ് കമ്പനി ഈ ഒരു ഡിജിറ്റൽ വെബ് കാർഡ്. പേഴ്സണൽ ഇൻഫർമേഷൻ, അബൌട്ട് us, യൂട്യൂബ് വീഡിയോസ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്ക്, നമ്മുടെ ടോട്ടൽ അഡ്രസ്സ്, അതുകൂടാതെ നമ്മുടെ ലോഗോ കൊടുക്കാം, ലൊക്കേഷൻ കൊടുക്കാം, വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം. അതുകൂടാതെ അബൌട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണോ അത് ഫുള്ളായിട്ട് നമുക്കിതിനുള്ളിൽ ടെക്സ്റ്റ് എഴുതാൻ പറ്റും. അതില്ലെങ്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് യൂട്യൂബ് വീഡിയോസുകൾ കൊടുക്കാൻ പറ്റും. വീഡിയോസുകൾ ഇതിൽ ആഡ് ചെയ്യാം. അതുകൂടാതെ പ്രൊഡക്റ്റ് സർവീസ്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് സർവീസ് എന്താണോ ഏതുമാവട്ടെ അതെല്ലാം ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സേവ് ആപ്പ് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ്